Hi guys, welcome back to Track Stories. അപ്പോൾ ക്രിസ്മസിന്റെ ന്യൂ ഇയർ കഴിഞ്ഞ് വേറെ പടങ്ങളിലൊപ്പം ഒന്നും ക്ലാഷ് വയ്ക്കാണ്ട് നമ്മുടെ ടൊവിനോ നായകനായിട്ടുള്ള ഐഡന്റിറ്റി ഇന്ന് റിലീസ് ആയിക്കാണ്. 2025 ആദ്യത്തെ പടം ടൊവിനോ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടർ ആയതുകൊണ്ട് തന്നെ റിവ്യൂ ഇടാനോ മറ്റൊന്നിനും വേണ്ടിയല്ലാതെ തന്നെ നമ്മൾ പടം കാണുന്നത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പടം കണ്ടു, ഇറങ്ങിയിട്ടാണോ പടം ഒറ്റവാക്കിൽ പറയാൻ ഒരു ആവറേജ് മൂവിയാണ്. പക്ഷെ ഒരുപാട് പോസിറ്റീവ്സ് പറയാനുണ്ട് പടത്തിൽ. അപ്പോൾ നമുക്ക് പടത്തിലേക്ക് വരാം. പടത്തിന്റെ ഡയറക്ടർ കം റൈറ്റേഴ്സ് വന്നിട്ട് അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ ആണ്. ഇവർ തന്നെയല്ലേ ടീമാണ്. അഖിൽ പോളിന്റെ വേറൊരു പടം സെവൻത് ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും കോംബോ വെച്ചിട്ട് ഫോറൻസിക്കിന്റെ ഒരു റേഞ്ച് വെച്ച് നമുക്ക് നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പടത്തിൽ. എല്ലാവർക്കും ഉണ്ടായിരിക്കും. കാരണം ഫോറൻസിക് ഭയങ്കര ടെക്നിക്കലി സയന്റിഫിക്കലി ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള ഒരു പടമാണ്. ഇതാണെങ്കിലും ആ ഒരു പോർഷൻസ് ഒക്കെ കിട്ടില്ലാണ്. കാരണം നമുക്ക് അറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻസ്, നമുക്ക് ചിന്തിച്ച പോലില്ലാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് ഫോറൻസിക്കിലെ പോലെ തന്നെ ഇതിലും അവർ റിവീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല രീതിയിൽ അപ്ലിക്കബിൾ ആയിട്ട് കുറെ ഇൻഫർമേഷൻസ് അവർ സിനിമയിൽ പാസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പോരായ്മ നിൽക്കുന്നത് സ്ക്രിപ്റ്റിലാണെന്നാണ് എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായം. അത് മോശമല്ല, ഫോറൻസിക്കിന്റെ ഒരു റേഞ്ച് വെച്ച് ഫോറൻസിക് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് പടം തുടങ്ങുമ്പോൾ മുതൽ ഒരു ക്യൂരിയോസിറ്റി, ഒരു ആങ്സൈറ്റി ഒക്കെ നമുക്കൊരു പ്രേക്ഷകന് തരാനായിട്ട് ഫോറൻസിക് സാധിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റഡ് ആവുന്ന ഒരു പോയിന്റ്സ് ഒക്കെ ഫോറൻസിക്കിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇതിൽ കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം. അതായത് ഈ പടം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം കിട്ടുന്ന എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പടം ഇതുകൊണ്ട് വരുന്നില്ല. പക്ഷെ അത് ഫസ്റ്റ് ഹാഫ് എടുക്കുന്നതോട് കൂടി തന്നെ അത് പോകുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ പടത്തിന് ആവശ്യമില്ലാത്ത ഒരു വലിപ്പം ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഊതി പെരുപ്പിച്ച് പോകല്ലേ. വലിയ വലിയ കഥകളിലേക്ക് പടം അതായത് അങ്ങനെ വലിച്ചു നീട്ടിയിട്ടുള്ള പോലെ തോന്നി. പ്രൊഡക്ഷൻ കോൺഫിഡന്റ് ഗ്രൂപ്പാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പും പിന്നെ രാഗം മൂവീസ് മൂവീസ് ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റ് ആണ് കട്ട്സ്, മ്യൂസിക് ആൻഡ് സിനിമോട്ടോഗ്രാഫി. ഈ 3 ഡിപ്പാർട്ട്മെന്റും അടിപൊളി ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ജെയ്ക്സ് വിജയാണ് മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്. ഇതിലത്തെ ഈ ഒരു ഇങ്ങനെ ഒരു ത്രില്ലർ ജാണറിലുള്ള പടത്തിന് വേണ്ട എല്ലാ ചേരുവകളും ചേർത്തിട്ടുള്ള കിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും. പാട്ട് എടുത്ത് പറയാനായിട്ട് ഒരു പാട്ടേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ബട്ട് നല്ല രീതിയിലുള്ള കേട്ട് പഴകി എന്ന് പറയുന്നതൊന്നുമല്ല, നല്ല രസമായിട്ടുള്ള ചെയ്തിട്ടുള്ള ബിജിഎംസ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നല്ല. അതുപോലെ സിനിമാറ്റോഗ്രാഫി വന്നിട്ട് അഖിൽ ജോർജ് എന്ന് പറഞ്ഞ ആളാണ്. അടിപൊളിയാണ്. അതിൽ ഫ്ലൈറ്റിലൊക്കെ ഉള്ള ഒരു കുറച്ച് പോർഷൻസ് ഉണ്ട്. അവിടെയാണ് ശരിക്കും സിനിമാറ്റോഗ്രാഫിയുടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുക. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി വർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഇതിലോ പുള്ളി ഇപ്പൊ ഒരുപാട് സിനിമയിലായി. ചെറിയ പയ്യനാണ്. ആ സിനിമ എന്നുള്ളത് ഓരോ റിവ്യൂ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. അതിന്റെ പേര് പറഞ്ഞ് ഇപ്പൊ തന്നെ ഒരുപാട് സിനിമയിൽ ആൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കിടിലം കട്ട്സ്. പടത്തിന്റെ പോസിറ്റീവ്സ് പറയുമ്പോൾ ഈ പറഞ്ഞ ടെക്നിക്കൽ സൈഡിലൊക്കെ നല്ല രീതിയിൽ ഭയങ്കര ക്വാളിറ്റിയുള്ള അടിപൊളിയാണ് വന്നിട്ടുള്ളത്. പോരായ്മയായിട്ട് ജസ്റ്റ് തോന്നിയത് ഒരു വാവ് ഫാക്ടർ തോന്നുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഒരു കഥയിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പടമാണ്, എൻജോയ് ചെയ്യാനുള്ള പടങ്ങളാണ്. അതായത് നമുക്ക് ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കെന്തോ സെക്കൻഡ് ഹാഫ് ഒന്ന് ലാഗ് ചെയ്ത പോലെ തോന്നി. എനിക്കും സെക്കൻഡ് ഹാഫ് ലാഗായിട്ട് തോന്നി. അതാ സ്റ്റോറി ലൈൻ പോകുന്നതിന്റെയാണ്. സർപ്രൈസ് ആയിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. ഇവരെന്ന് വെച്ചാൽ പടത്തിൽ ഒരുപാട് ട്വിസ്റ്റുകൾ കൊണ്ടുവരുന്ന പോലെ ചെയ്യുന്നുണ്ട്. ഒരു ട്വിസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നില്ല. പറയാനായിട്ട് സാധിക്കില്ല. അതെ, ഒരു വാവ് ഫാക്ടർ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒറ്റ ട്വിസ്റ്റിലും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മളങ്ങനെ ഷോക്കിംഗ് ആയിട്ടുള്ള സർപ്രൈസ് ആയിട്ടുള്ള ട്വിസ്റ്റുകളൊന്നും സ്റ്റാർട്ടിങ്ങില് സർപ്രൈസ് മൂവീസ് അല്ലെങ്കിൽ ഒരു സസ്പെൻസ് മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ ത്രില്ലറിലിരിക്കുമ്പോൾ നമ്മൾ ത്രില്ലടിച്ചിരിക്കുന്ന സമയത്ത് ഇതിൽ പോലീസുകാരാണ് ത്രില്ലാണ്. നമ്മൾ ആക്ച്വലി ഫസ്റ്റ് സീനൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകൻ ആ സീനൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ സർപ്രൈസ് ഒക്കെ പോലീസുകാർക്ക് മാത്രമല്ല, അവർക്ക് മാത്രമാണ് ഇതൊന്നും അറിയാത്തത്. എന്നിട്ടും അവർ ഒരു പരിധി വരെ കൊണ്ടുപോയിട്ടുണ്ട്. അതും പറയണല്ലോ. ഒരു ഏവറേജ് മൂവി തന്നെ പറയാം. ഫോറൻസിക് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. കമ്പയറബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ടേംസ് ആണ്. അടിപൊളിയായിട്ടുണ്ട്. കാരണം നമുക്കൊന്നും അറിയാം, സാധാരണ ഒരു ആൾക്ക് അല്ലെങ്കിൽ സാധാരണ മനുഷ്യന് അറിയാൻ അല്ലെങ്കിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത കുറെ അറിവുകൾ ഇവര് നമുക്ക് സ്ക്രിപ്റ്റിലൂടെ നമുക്ക് നന്നായിട്ട് വിവരിച്ചു തരുന്നുണ്ട്. അതെല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട് ആ ഒരു പോർഷൻസ് ഒക്കെ. കഥയുടെ ലൈൻ പോകുന്ന കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. ഈ ഐഡന്റിറ്റി വെച്ചിട്ടുള്ള ഐഡന്റിറ്റി തന്നെയാണ് പടത്തിൽ പറഞ്ഞു പോകുന്നത്. അത് പലതരത്തിലുള്ള ഐഡന്റിറ്റിനെ പറ്റി പറഞ്ഞു പോകുന്നുണ്ട്. അതൊന്നും നമുക്ക് ഇവിടെ റിവീൽ ചെയ്യാൻ സാധിക്കില്ല. പടത്തിന്റെ ആസ്വാദന മികവിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലേക്കും നമ്മൾ പോകുന്നില്ല. എല്ലാവരും സിനിമ കണ്ടിട്ട് തന്നെ വിലയിരുത്താം. അപ്പൊ നമുക്ക് പടം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫോറൻസിക്കിന്റെ ഒരു ലെവലിലേക്ക് നമുക്ക് കിട്ടില്ല എന്ന് മാത്രം. അപ്പോ പടത്തിന്റെ ഈ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസുകളുടെ കാര്യത്തിൽ വരുമ്പോൾ ടൊവിനോ, വിനയ് റായ്, തൃഷ ഇവരൊക്കെയാണ് മെയിൻ. പിന്നെ ഷമി തിലകൻ, പിന്നെ അർച്ചന കവി, മറ്റേ കുട്ടിയുടെ പേര് ദേവിക, വേറെ ഒരുപാട് പേര്, അജു വർഗീസ്, അർജുൻ പക്ഷെ തൃശ്ശേനെ വെച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഡബിങ് അത്രയും ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് തോന്നും തൃശ്ശയുടെ. പിന്നെ ഒരു സീനൊക്കെ ഉണ്ട്, ഒരു
ന്യൂസ് റീഡിംഗ് സെഷൻ ഒക്കെ ഉണ്ട്. അത് ഭയങ്കര ഭയങ്കര ആർട്ടിഫിഷ്യൽ ഒരു ന്യൂസ് റീഡേഴ്സും ഒരു ന്യൂസ് ചാനലും ഇങ്ങനെ ഒരു ആങ്കറെ നിർത്തില്ല. അത്രയും ബോറായിട്ടുള്ള ഒരു സീനായിട്ട് തോന്നി. പക്ഷേ പെർഫോമൻസ് ഒക്കെ അടിപൊളി. പെർഫോമൻസ് വൈസ് ബാക്കി എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പോലീസ് ഓഫീസറായിട്ടുള്ള മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള വിനയറായി ആൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ പറയണത് സ്പോയിലർ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പടം എന്തായാലും മുൻപ് പറഞ്ഞ പോലെ തന്നെ അത് വീണ്ടും എടുത്ത് പറയുന്നു, ടെക്നിക്കലി ആൻഡ് സയന്റിഫിക്കലി ഒരുപാട് ഇൻഫർമേഷൻസ് തരുന്ന നല്ലൊരു പടം തന്നെയാണ്. ടോവിനോനെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീക്വൻസുകൾ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം എക്സ്പീരിയൻസ് ചെയ്യാം. ഇതിൽ പറയുമ്പോൾ ഫൈറ്റും വലിയ കുഴപ്പമില്ലാത്ത എനിക് ബെന്നോ നോക്കിയപ്പോ ഒരു ഫ്രാൻസുകാരാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. റേസ് ഒക്കെ ചെയ്തിട്ടുള്ള റേസ് 2 ഒക്കെ ചെയ്തിട്ടുള്ള പുള്ളിയാണ് ഫൈറ്റ്. കിഡിലും ഫൈറ്റ് ആയിട്ടുണ്ട്, അടിപൊളി. അൻബറിന്റെ ഒക്കെ നമുക്ക് ചെയ്തിട്ടുള്ള കുറച്ച് വർക്ക് പോലെയൊക്കെ തോന്നും, പക്ഷെ ഇത് കുറച്ചുകൂടി ഹൈ സ്റ്റാൻഡ് ഇന്റർനാഷണൽ ലെവലിലുള്ള ഫ്ലൈറ്റിലുള്ള ഫൈറ്റ് നമുക്ക് അത്രയും അടിപൊളിയായിട്ടുണ്ട് ഫൈറ്റ് സീൻസ് ആണ്. അങ്ങനെ മൊത്തത്തിൽ എല്ലാം പാക്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. സ്ക്രിപ്റ്റിന്റെ ചെറിയൊരു പോരായ്മ കൊണ്ട് തന്നെ ഒരു ത്രില്ലിംഗ് വേർഷൻ അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കുറഞ്ഞു പോയെന്നൊരു ഫീൽ നമുക്ക്. സ്റ്റാർട്ടിംഗിൽ പറയുമ്പോൾ ടോവിനോട് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് ആയിട്ട് കാണിക്കുക റിവീൽ ചെയ്യുന്ന ഒരു സംഭവങ്ങളൊക്കെ ആ സീൻസ് ഭയങ്കര കണക്ട് ചെയ്യുന്ന സീനുകളൊക്കെ കിട്ടിയ സീനായിട്ടുണ്ട്, കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ പോസിറ്റീവ്സ് ഉണ്ട് പടത്തിൽ. ഈ പറയുമ്പോൾ എന്തായാലും തിയേറ്ററിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ ടോവിനോ തോമസ് മൂവിയാണ്. എല്ലാവരും പോയി പടം എൻജോയ് ചെയ്യാം. പോയി കാണാം. സോ ബൈ ഫ്രം ട്രെക്കി സ്റ്റോറീസ്.